നമ്മുടെ ഈ ഭാഗ്യവതി എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ അന്വേഷിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ലോട്ടറി ഏജന്റ് പറയുന്ന ഭാഗ്യവതി ഇന്ന് എത്തില്ല, ഇന്ന് ബാങ്കൊക്കെ അവധിയില്ലേ, മിക്കവാറും നാളെ ആയിരിക്കും എത്തുക. ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, നെട്ടൂരിൽ നിന്നാണ് നിതിൻ ചേരുന്നത്. നിതിൻ, എന്താണ് നമ്മുടെ ലോട്ടറി ഏജന്റ് മുതലാളി പറഞ്ഞത്? എന്തായാലും ഭാഗ്യവതി ഇന്ന് 12 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നുണ്ട്. പക്ഷേ അല്പസമയം തന്നെ ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവതി ഇന്ന് എത്തില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ആ ഒരു രഹസ്യ സ്വഭാവത്തിൽ തന്നെ സൂക്ഷിക്കണമെന്നൊരു താല്പര്യമാണ് അവർ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ലതീഷിനെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 12 മണിക്ക് മുമ്പ് തന്നെ അവർ എത്തുമെന്നൊരു പ്രതീക്ഷ നമ്മളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആകാംക്ഷയിലായിരുന്നു ഇതാരാണ് ലോട്ടറി അടിച്ചതെന്നറിയാം. പക്ഷേ ഇന്ന് എത്തില്ല, നാളെ ബാങ്കിൽ നേരിട്ട് കൊണ്ടുപോയി ഹാജരാക്കും. ആ ഒരു നിലയിലാണ് ഇപ്പോൾ ഈ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ ലോട്ടറി അടിച്ച ശേഷം ഈ സ്ത്രീ ഇവിടെ വന്നു എന്നുള്ള സംശയമെല്ലാം തന്നെ ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഇവിടെ വൈകിട്ട് ഇവിടെ എത്തുകയും അതിനുശേഷം ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി പിന്നീട് നേരെ വീട്ടിൽ പോവുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ലോട്ടറി അടിച്ച സ്ത്രീക്കാണെന്ന് ഒരു വിവരം ഈ നാട്ടുകാരും അതോടൊപ്പം ഈ ലതീഷിന്റെ സുഹൃത്തടക്കം വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ലതീഷ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഈ ഒരു ടിക്കറ്റ് അടിച്ചത് ഈ കടയിലായതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് വന്നു പോകുന്നത്. അതിൻ്റെതായ ഒരു പ്രയാസം അവർക്കുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് 12 മണിക്ക് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി തരുമെന്നായിരുന്നു ലതീഷിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇന്ന് 12 മണിക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ അവരെ ഏറ്റവും ഒടുവിലായി സുഹൃത്ത് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ ഭാഗ്യവതി ഇന്നിങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളതാണ്. നാളെ ബാങ്കിലെത്തി ഈ ടിക്കറ്റ് കൈമാറും, അങ്ങനെ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. SK എന്തായാലും നിതിനോടൊരു കാര്യം പറഞ്ഞല്ലോ, വളരെ ബുദ്ധിപൂർവ്വം എടുത്ത തീരുമാനമാണത്. ഇങ്ങനെ അവർ വരാതിരുന്നത് നല്ലതായി. അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത മൊത്തം ചോർന്നു പോകും. നമ്മളിപ്പോൾ വീട്ടിലെങ്ങാണോ ഇരുന്ന് ഈ ഭാഗ്യവതി കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ, അപകടമാകും. കാരണം കടം ചോദിക്കാൻ ആള് വരും, പിന്നെ പല സഹായത്തിനും പിരിവുകാർ വരും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ലോട്ടറി അടിക്കുന്ന ആൾക്കാരൊക്കെ വെളിവിലേക്ക് വരാറില്ല, വെളിച്ചത്തിലേക്കൊന്നും വരാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ആ സഹോദരി മറവിൽ തന്നെ നിൽക്കട്ടെ. നമ്മളൊരു സാധാരണഗതി ചാനൽ തെളിഞ്ഞു വരാനാണ് പറയുന്നത്, നമ്മൾ തിരിച്ചാണ് പറയുന്നത്. കാര്യം നമ്മൾ ബോധവൽക്കരണ പരിപാടിയിലാണ് നിൽക്കുന്നത്. ജ്യോതിർഗമയ വെളിച്ചത്തിലേക്ക് നയിച്ചാലും ആ ലോട്ടറി കക്ഷിയെ കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.